ഒലിവിയ ഡിസൈൻസ് ആൻഡ് ഹെലനോസ്പാട്ട. ഹെലൻ ഏറ്റവും കൂടുതൽ ഒലിവിയക്കെതിരെ സംസാരിച്ച വ്യക്തിയാണ്. വളരെ സൂപ്പറായിട്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പറയുകയും ചെയ്തിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എനിക്ക് ഒലിവിയ അറിയാം എന്ന് ഈ കൊച്ചു പറഞ്ഞില്ല. അത് മാത്രം ഒരു കുറവായിട്ടേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എനിക്ക് ഇതിനെ അറിയാം എന്ന് പറയുന്ന ആ ടൈം ഉണ്ടായിരുന്നില്ല. വീഡിയോ ചെയ്യാനുള്ള കാരണം കണ്ണാടിക്കാരൻ്റെ പ്രസ്താവനയാണ്. അപ്പോൾ കണ്ണാടിക്കാരൻ ചെയ്ത ഒരു സ്കാമിനെ പറ്റി എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ആക്ച്വലി ഇതെൻ്റെ ഗ്രൂപ്പിൽ വന്നൊരു വോയിസാണ്. അതിൻ്റെ കൂടെ ആ പിന്നെ പ്രസ്തുത സാധനവും ഞാൻ ഇവിടെ വെക്കുന്നു. ഒന്ന് കേൾക്കാമേ നമുക്ക്. അത് എനിക്ക് ഈ കുറെ ഇവരെല്ലാം പറയുന്നത് കേട്ട് ഇവരൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഈ അശ്വങ്കോക്ക് പബ്ലിക്കായിട്ട് നോക്കാറില്ല ഈ കാര്യത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവൻ പറയുന്ന അതിൽ എത്രയോ പുസ്തകങ്ങളുണ്ട്, അതിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നത്. ഒരു തേങ്ങയില്ലെന്നേ അതിൽ. കാശ് പോകുന്ന പരിപാടിയാണ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പണ്ട്. അപ്പോൾ നല്ല കുറച്ച് പുസ്തകങ്ങൾ വായിക്കാനൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്നാലും ഇവരിന്ന് ഇങ്ങനെ പക്കി എഫ് എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു തേങ്ങയില്ല. അതിനകത്ത് വളരെ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ. ഇവർ പറയുന്നത് അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ പൈസ പോയിട്ടുണ്ട്. ഹെലനോസ്പാട്ട പൈസ ഡബിൾ ആക്കാമെന്ന് ഒരു അഡ്വർടൈസ്മെന്റ് രീതിയിൽ പറഞ്ഞതിനെയാണ് ഇവൻ ഈ ട്രോൾ ചെയ്തത്. അപ്പോൾ സിനിമ പോലെ എഡിറ്റ് ചെയ്യാൻ 856 രൂപ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ പോസ്റ്റിന് ഇവനെന്ത് നിലവാരമുണ്ട് അത് പറയാം. 856 രൂപയ്ക്ക് ഇവന്റെ കോഴ്സ് പഠിച്ചിട്ട് സിനിമ എഡിറ്റ് ചെയ്ത് എത്ര പേര് ഇവന് പറയാൻ പറ്റും? അപ്പോൾ ഈ ഒരു കാര്യം ആണ് ഗ്രൂപ്പിൽ വന്നത്. ഇഫ് ഹി ഹാവ് സം ഗട്സ് ലെറ്റ് ഹിം സ്റ്റോപ്പ് ഹിസ് പക്കി FM advertisement. That Pakki FM is such a scam. Also, I feel it's quotation by Jasmine. The thumbnail is evident their hate towards her. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാണ്. ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. ആക്ച്വലി കണ്ണാടിക്കാരൻ ആരുടെയോ പിടിവാളായിട്ട് ഈ പരിപാടി നടത്തുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കുറച്ച് ദിവസമായിട്ട് പിന്നെ ഹെലൻ ചെയ്യുന്ന കുറേയധികം ഇത് തീർച്ചയായിട്ടും നൊമ്പരമുളവാക്കുന്ന ഒരു കാര്യമാണ്. മെയിൻ ഷോനിസമാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി എനിക്ക് ഇവരാരെയും അറിയത്തില്ല, കണ്ണാടിക്കാരനെ അറിയത്തില്ല, ഹെലനെ അറിയത്തില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഹെലനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അനുബന്ധമായി കുറേ പേര് ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒലിവിയ ചെയ്യുമ്പോൾ കുറ്റം, ഹെലൻ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അത് എന്ത് തരമാണെന്നാണ് ചോദിക്കുന്നത്. ഒലിവിയ ചെയ്ത ക്രൈം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? 26 കുട്ടികൾ ധൈര്യസമേതം മുൻപോട്ട് വരുമ്പോൾ അതിൽ കൂടുതൽ ഒരുപക്ഷെ ഡബിളോ ത്രിബിളോ ആയ കുട്ടികൾ പുറത്തു നിൽക്കുകയാണ്. 26 പേരുടെ പൈസ കൊടുക്കാനില്ലാത്ത ഒരാളാണ് ഒലിവിയ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവൻ്റെ ഒരു പാട്ട വണ്ടി വിറ്റാൽ തന്നെ ആ പ്രശ്നം തീരും. പക്ഷെ എന്തുകൊണ്ട് അവൻ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് 26 പേർക്ക് അവൻ പൈസ കൊടുത്ത് സോൾവ് ചെയ്താൽ ഇതിനേക്കാൾ കിട്ടാനുള്ള കുട്ടികൾ, മിണ്ടാതിരിക്കുന്ന കുട്ടികൾ വരും രംഗത്ത്. അവർക്കും പൈസ കൊടുക്കേണ്ടി വരുമെന്നുള്ള കൃത്യമായ വെളിപാടുള്ളത് കൊണ്ടാണ് നടന്ന് വളഞ്ഞ ആളുകളെ കൊണ്ട് ഈ അക്രമമൊക്കെ അവൻ ചെയ്യുന്നത്. അവനെതിരെ വീഡിയോ ഇടുന്നവരെ റിപ്പോർട്ട് ചെയ്യുന്നു, അവരെ പൂട്ടിക്കുന്നു, അവർക്കെതിരെ കേസ് കൊടുക്കുന്നു. ഇതൊക്കെ സത്യമല്ലേ പറയുന്നത്? ഇവൻ എത്ര വിവരമുണ്ട്? ഈ എന്ത് കോടതി എന്ത് കേസ് വന്നാലും ഈ ഒരു വസ്തുത പബ്ലിക്കിലായി ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞ വീഡിയോസ് ഉണ്ടെങ്കിൽ എവിഡൻ്റ് ആയിട്ട് പ്രൂഫ് ചെയ്യണേ ഇവനൊരു സ്കാം അല്ല, ഇവനൊരു വെറും ഫ്രോഡാണ് എന്നുള്ളത്. അപ്പോൾ കൃത്യമാണത്. അതിനകത്ത് ഇനി നമ്മൾ വേറെ വലിയ വർത്തമാനങ്ങളൊന്നും പറയാൻ പോലുമില്ല. അതെങ്ങനെയാണ് ഹെലനോസ്പാട്ടയും തമ്മിലുള്ള ഒരു ടാലി എങ്ങനെയാകും? ഹെലൻ ചെയ്തത് ഒരു ഇതിന് പ്രമോഷൻ കൊടുത്തു. വെൻ ഷീ റിയലൈസ് ദാറ്റ് അതൊരു ഫേക്കാണ് അല്ലെങ്കിൽ സ്കാം ആണെന്ന് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരത്തി അതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പബ്ലിക്കലി വന്ന് പറഞ്ഞു. പിന്നെയും അങ്ങനെ ഒരു അവസരം ഉണ്ടോ അവളെ കളിയാക്കാനോ അല്ലെങ്കിൽ കള്ളി എന്ന് പറയാനും? അതേസമയം ഈ പറയുന്ന ഒലിവിയ എന്താണ് ചെയ്തത്? ഞങ്ങൾ ഡീസൻ്റാണ്, ഞങ്ങൾ ജെന്യുവിനാണ്, ഞങ്ങൾ മറ്റതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന കുട്ടികൾ പറയണേ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാമെന്ന്. വിത്ത് എവിഡൻസ് ആണ് കുട്ടികൾ പറയുന്നത്. നിങ്ങളത് വിശ്വസിക്കത്തില്ലേ? ഹെലൻ പറഞ്ഞത് സോറി, ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഒലിവിയ പറയുന്ന നോ, അവരൊക്കെ ഫ്രോഡുകളാണ്, അവരൊക്കെ മോശപ്പെട്ട പെണ്ണുങ്ങളാണ്, അവരൊക്കെ പിന്നെ വ്യഭിചരിച്ച് നടക്കുന്ന പെണ്ണുങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവരെ ഒക്കെ എന്തൊക്കെയോ പ്രോബ്ലത്തിലൊക്കെ കൊണ്ടിടുകയാണ്. ഇപ്പം എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്, എൻ്റെ കുടുംബത്തിലെ അവസ്ഥയൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അതൊക്കെ വെച്ച് മുട്ടയിടുമെന്ന്. ഇവർ കളിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 26 നിങ്ങൾ എല്ലാവർക്കും അതിശയം തോന്നുന്നൊരു കാര്യമാണ് 26 പേർക്ക് ഇവർക്ക് കൊടുത്ത് തീർക്കാൻ പറ്റാത്തതായിട്ടൊരു പ്രശ്നമുണ്ടോ എന്ന്. 26 അല്ല അവിടെ നമ്പർ, ഒത്തിരി പേരുണ്ട്. 26 പേർക്ക് ധൈര്യം വന്നുള്ളൂ എന്നുള്ളത്. അതും എൻ്റെ പിന്നിലോട്ട് വന്നപ്പോഴാണ് അവർക്ക് ആ ധൈര്യം കിട്ടിയെന്നുള്ള വസ്തുത. അതുകൊണ്ടാണ് അവർക്ക് മുന്നിൽ നിൽക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് എനിക്കെതിരെ ഇവർ കേസും കൊണ്ട് കിടക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമല്ലേ ആരാണ് ഫ്രോഡെന്ന്. ആ ഫ്രോഡിനെ വെച്ചിട്ട് ഈ കൊച്ചിനെ കമ്പാരിസൺ പോലും നടത്തരുത്. ആക്ച്വലി ഞാനും ഹെലനും തമ്മിൽ ഒരു കാരണവശാലും പല കാര്യങ്ങളിലും ഞങ്ങൾ വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഹെലനെ ആക്രമിക്കാൻ ഇട്ടുകൊടുത്ത കണ്ണാടിക്കാരൻ്റെ മിടുക്ക് ഈ ഒരു വിഷയത്തിലും കൂടെ കാണിക്കാം. നീ ചെയ്യുന്ന ഈ സ്കാം കൊണ്ട് ഒരുപാട് പേർക്ക് കംപ്ലൈൻ്റ് ഉണ്ട്.
ആർ യു റെഡി ടു സേ സോറി ടു ദം? അവർക്ക് പൈസ പോയിട്ടുണ്ട്, നീ പറയുന്ന രീതിയിലുള്ള സംഗതി അതിനകത്തില്ല. നീ തയ്യാറാണോ? ഹെലൻ കാണിച്ച ആ വലിയ മനസ്കത ചെയ്യാൻ നീ തയ്യാറാണോ? അല്ലല്ലോ. അപ്പോൾ പൊത്തിക്കൊണ്ടിരിക്കുക. ഈ പറയുന്നവന്മാർക്കൊക്കെ എളുപ്പമാണ്. പണം വാങ്ങിച്ചിട്ട് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരുത്തൻ ഇരുന്നു കൊണ്ട് മറ്റൊരാൾ പ്രൊമോഷൻ കൊടുത്തതിനെ കളിയാക്കാൻ എന്ത് അധികാരമാണുള്ളത്? നിനക്ക് എന്ത് ഉറപ്പാണുള്ളത് നീ പറയുന്ന സാധനങ്ങളിലൊക്കെ കൃത്യമായിട്ട്? അപ്പം ചോദിക്കാം, ഞാൻ ചെയ്തതിൽ എന്താ പ്രശ്നമെന്ന്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഒരു സാധനം ഞാൻ ഇവിടെ പ്ലേ ചെയ്തത്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു സാധനം നീ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. നീ മാത്രമല്ല അശ്വന്ത് കൊക്കും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ പറഞ്ഞത് കേട്ട് നിങ്ങളുടെ റെഗുലർ വ്യൂവർ ആയിരുന്ന ഒരാളുടെ ഒപ്പീനിയനാണ്. പിന്നെ ഇതിനോടനുബന്ധിച്ച് നിന്നെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നത് അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വ്യക്തിഗതികളാവും, അതിനെപ്പറ്റിയൊന്നും നമുക്ക് പറയാനില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്നെ ട്രസ്റ്റ് ചെയ്ത് നിന്റെ ഒരു വ്യൂ പോയിൻ്റൊക്കെ ഇഷ്ടപ്പെട്ട് കൂടെ നിന്നവരെ കൂടെ നീ ചതിക്കുകയാണ് ചെയ്തത്. പണം വാങ്ങി നമ്മളെപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്നോ നമ്മളുടെ വില അവിടെ തീരുകയാണ്. കാരണം നമ്മളുടെ അഭിപ്രായമല്ല പിന്നെ പറയുക. ഒരാളുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മൾ കമ്മിറ്റഡ് ആണ്, അവർ പറയണതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇൻഡിപെൻഡൻ്റായി നിന്നുകൊണ്ട് പല കാര്യങ്ങളും അവതരിപ്പിക്കാനും പറയാനും വളരെ ബുദ്ധിമുട്ടാണ്. കോപ്പി പേസ്റ്റൊക്കെ ആരെ കൊണ്ടും പറ്റും. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയത്തിൽ ഹെലനൊപ്പം തന്നെയാണ്. ഹെലൻ അതിനകത്ത് സോറി പറഞ്ഞ സ്ഥിതിക്ക് ഹെലൻ മാറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായവും മാറും, തർക്കമേ വേണ്ട. പക്ഷെ അവൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ വിഷയത്തിൽ. ഹെലൻ ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങി അങ്ങോട്ട് കൊടുത്തില്ലല്ലോ. ഹെലൻ ഇങ്ങനെ ഒരു പരസ്യമല്ലേ പറഞ്ഞുള്ളൂ. ആർക്കെങ്കിലും പണം ഹെലന് കൊടുത്തതായിട്ട് ഡോക്യുമെന്റ് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തിനാണ് ആ കുട്ടിയെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്നത്? ഇനി ഈ കുട്ടി ഇങ്ങനെ ഒരു രീതിയിൽ ഒരു കച്ചവടം നടത്തി, അങ്ങനെ ഒരു സ്ഥാപനം നടത്തി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു അർത്ഥമുണ്ട്. ഇത് പക്കാ കൊട്ടേഷൻ എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മതി. അരി തിരുന്നവർക്ക് മനസ്സിലാവും. ഒറ്റ പ്രശ്നമേ ഹെലൻ ഞാൻ കാണുന്നത് ആ പറയുന്ന ചന്തിക്കുരു ഉള്ളവൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതാണ്. അല്ലാതെ ആ കൊച്ച് ഈ ഒരു വിഷയത്തിൽ വളരെ ജെന്യൂനായി അഭിപ്രായം പറഞ്ഞോളാണ്. അത് മാത്രമല്ല, പിന്നെ കണ്ണാടിക്കാരൻ സപ്പോർട്ട് ചെയ്ത തേപ്പുകാരിയെ നന്നായിട്ട് എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ട് ഹെലൻ. ആ ദേഷ്യവും ഉണ്ടാവുമല്ലോ, ആ ദേഷ്യവും കാണുമല്ലോ. ഹെലൻ്റെ കൂട്ടുകാരനിക്ക് ഈ ഒരു സൈബർ ബുള്ളിങ് ഉണ്ടാകാൻ കാരണവും തേപ്പുകാരിയുടെ കൂടെയുള്ള കൂട്ടുകെട്ടാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ജനം എന്ത് പറയണോ, അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ അക്സെപ്റ്റൻസ് എന്ത് എന്ന് നോക്കി ആ രീതിയിൽ പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട്. അതൊന്ന് മാറ്റി വെച്ചിട്ട് കോമൺ സെൻസ് ഒന്ന് ഉപയോഗിക്കുക. ഈ ഒരു വിഷയത്തിൽ ഒലീവിയ കമ്പാരിസൺ നടത്താനായിട്ട് ഹെലനെ കൊണ്ടുവരരുത്. ആ കുട്ടി ചെയ്തത് വേറെ, ഈ പെണ്ണുമ്പള ചെയ്യുന്നത് വേറെ. ഇപ്പോഴും അഹങ്കാരത്തിൽ മതിമറന്ന് പല പേക്കൂത്തും പല കോപ്രായങ്ങളും പറയണ ഈ സ്ത്രീ എത്ര കുട്ടികളുടെ അന്നം മുട്ടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അവരുടെ കൂടെ നടക്കുന്ന കുട്ടികളുടേതോ പോട്ടെ, 1K 2K ഒക്കെ സബ്ബുള്ള കുട്ടികളുടെ ചാനൽ അടിച്ചു കളയാണ് ആ സ്ത്രീ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ അന്നം മുട്ടിക്കുന്ന, മറ്റുള്ളവരുടെ ഉപജീവനം നശിപ്പിക്കുന്ന ഒരു സ്ത്രീക്ക് എന്ത് വ്യക്തിത്വമാണുള്ളത്? ഹെലൻ എത്ര പേരുടെ ഉപജീവനം അങ്ങനെ മുട്ടിച്ചു? എത്ര പേർക്ക് അങ്ങനെ പ്രോബ്ലം വന്നു? ഹെലൻ ഹെലൻ ഇട്ട പോസ്റ്റിൽ കൃത്യമായി ഹെലൻ വിവരണം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ പണം കൊടുത്തത്? അല്ലല്ലോ, ഞാനൊരു പ്രൊമോഷൻ തന്നു, അത് നിങ്ങളുടെ യുക്തി പോലെ ഇരിക്കും. ഇപ്പം ഒരാളൊരു ക്രീമിൻ്റെ തരുന്നു, ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലയോ? നിങ്ങൾ ബ്ലൈൻഡ്ലി അവളെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ട്രസ്റ്റ് ഈസ് നോ പ്രോബ്ലം. പക്ഷേ ഇത് കൊണ്ടുള്ള ലാഭം എന്താണെന്ന് അറിയാമോ? ഈ പ്രൊമോഷൻ ചെയ്യാത്തവർ ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഒരു ജെന്യൂനിറ്റി നമുക്ക് ഉൾക്കൊള്ളാം. പ്രൊമോഷൻ ചെയ്യുന്ന ഒരുത്തൻ, അതും ഒരു സ്കാമിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുത്തൻ വന്നിരുന്നുകൊണ്ട് ഇത് പറയുന്ന കേൾക്കുമ്പോൾ വിരോധാഭാസം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഒരല്പം ഉളുപ്പുള്ളവനാണെങ്കിൽ ഇമാതിരി വൃത്തികെട്ട ക്യാപ്ഷൻ ഇട്ടിട്ട് ആ കൊച്ചിനെ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങി നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസമായി കാണുന്നുണ്ട് ഈ പേയ്മെൻറ്റ് ടേംസിലുള്ള കുത്തിത്തിരിപ്പുകൾ. ഒലീവിയെ പറ്റി ഒന്നും പറയാനില്ലയോ സാറിന്? പറയില്ല. കാരണം ഇത്രയധികം ആൾക്കാർക്ക് അതിനെപ്പറ്റി മനസ്സിലായി, എല്ലാവരും റിയാക്ട് ചെയ്യുന്നു. സാറ് ഷട്ടപ്പാണ്. എന്തുകൊണ്ടാണ്? അത് നമുക്ക് മനസ്സിലാവും. ആരാണ് ഏജന്റ്? അതും നമുക്ക് മനസ്സിലാവും. അപ്പോൾ കൂടുതൽ വർത്തമാനമൊന്നുമില്ല. കുറച്ച് ദിവസം മുമ്പ് ദിയയോട് മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവിടുന്ന് വർക്ക് തുടങ്ങി എന്നുള്ളത്. ക്യാരി ഓൺ. പിന്നൊരു കാര്യമുണ്ട്, ഈ പെൺകുട്ടി ഇനി ഇതുപോലുള്ള ഒരു സൈബർ ബുള്ളിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കാം, അവളെ എടുത്ത് വെച്ച് ആര് വീഡിയോ ചെയ്താലും ഉറപ്പിച്ചോ അവർക്ക് അവിടുന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. തർക്കമേ വേണ്ട. കാരണം എനിക്കത് വ്യക്തമായി ബോധ്യമായ കാര്യമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയുക. എനിക്കത് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. ഒരു വ്യക്തിക്കെതിരെ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കരുത് എന്നുള്ളത് വസ്തുത. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിന്നുകൊണ്ട് മറ്റൊരു വ്യക്തിക്കെതിരെ പറയരുത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു തുണിക്കട നടത്തുകയാണ്. തുണിക്കടയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സാലറി കൊടുക്കുന്നില്ല. മറ്റൊരു സ്ഥാപനത്തിലെ കുട്ടികൾക്ക് സാലറി കിട്ടില്ല, നമുക്ക് ഇറങ്ങി നിൽക്കാനൊക്കത്തില്ല. കാരണം നമ്മുടെ വീട്ടിലേ നടക്കുന്ന ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ഇതാണ്. ഇത് തന്നെയാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത്രയേ ഉള്ളൂ, അതിൻ്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ.
നന്ദി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയുക. എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഞാൻ ഹെലനൊപ്പം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.